താൻ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുന്ന നിമിഷം അദ്ദേഹം ഒന്ന് മനസ്സിൽ വിഭാവന ചെയ്തു നോക്കി. കുടുംബത്തിൽ നിന്നും മതപുരോഹിതന്മാരിൽ നിന്നും മറ്റ് വിശ്വാസികളിൽ നിന്നും ഒക്കെ ഉണ്ടായേക്കാവുന്ന അതിവിസ്ഫോടനകരമായ പ്രതികരണങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ബീഗിൾ കപ്പൽ ദൗത്യം പൂർത്തിയാക്കി തിരികെ കരയിലെത്തിയപ്പോഴേക്കും ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായി യാത്ര ആരംഭിച്ച ഡാർവിൻ താടിയും വളർത്തി എപ്പോഴും ചിന്താമഗ്നനായി പെട്ടികളിൽ നിറയെ പലയിടത്തു നിന്നും ശേഖരിച്ച ഫോസിലുകളും പ്രാണികളും പുഴുക്കളും ശലഭങ്ങളും ഒക്കെയായി ഭവനത്തിലേക്ക് വന്നു ചേരുന്നു. പുഴുക്കളെയും ശലഭങ്ങളെയും പഠിക്കുവാനും കാട്ടുപൂക്കൾ ശേഖരിക്കുവാനും പ്രകൃതിയുടെ രഹസ്യങ്ങൾക്ക് പിറകെ ഡാർവിന്റെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ചിലർ അദ്ദേഹത്തെ മുഴുവട്ടൻ എന്ന് വിളിച്ചു. 1839 ജനുവരി 29 തന്റെ കസിനായിരുന്ന എമ്മ വെഡ്ജൂഡിനെ അദ്ദേഹം വിവാഹവും കഴിച്ചു. കാലങ്ങൾ കടന്നുപോയി. ഡാർവിൻ എമ്മ ദമ്പതികൾ 10 മക്കളുടെ മാതാപിതാക്കളായി കാലം മുമ്പോട്ട് നീങ്ങുന്നു. സൃഷ്ടിയുടെ സത്യങ്ങളെ അറിയാനുള്ള ഗവേഷണങ്ങളുമായി ഡാർവിൻ അപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ദി വോയേജ് ഓഫ് ബീഗിൾ, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദി ഡിസെന്റ് ഓഫ് മാൻ ആൻഡ് സെലക്ഷൻ ഓഫ് സെക്സ് തുടങ്ങി ഒട്ടേറെ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. എന്നാൽ എമ്മയും ചില സുഹൃത്തുക്കളും അല്ലാതെ ഈ സത്യങ്ങളൊന്നും ലോകം അറിഞ്ഞതേയില്ല. ഒരേ വർഗത്തിലുള്ള മാനുകൾ തന്നെ കഴുത്തിന് നീളം കൂടിയവ ഉയരത്തിൽ നിന്ന് ഇലകൾ ഭക്ഷിച്ച് അതിജീവനം നടത്തുമ്പോൾ കഴുത്തിന് നീളം കുറഞ്ഞവ ഭക്ഷണം ലഭിക്കാതെ കാലക്രമേണ വംശനാശം സംഭവിക്കുന്നതും അദ്ദേഹം മനസ്സിലാക്കുന്നു. ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികനുണ്ട്. DNA എന്തെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിലെ ഡാർവിന്റെ സിദ്ധാന്തങ്ങളാണ് ഇവയൊക്കെ. 20 വർഷത്തോളം ഈ നിത്യസത്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്താതെ അദ്ദേഹം നിഗൂഢതയിൽ വെച്ചു. മതം ഒരു വാളായി തന്റെ നേരെ പ്രയോഗിക്കപ്പെടുമെന്ന് അദ്ദേഹം എന്നും ഭയപ്പെട്ടിരുന്നു. മാത്രമല്ല, തന്റെ കുടുംബാംഗങ്ങൾക്ക് ഇവയൊക്കെയും വെളിപ്പെടുത്തുമ്പോൾ വലിയ വിഷമത്തിൽ അവർ എത്തിച്ചേരും എന്നും അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. തന്റെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ പോരാ. ഇതും അദ്ദേഹം ഈ സിദ്ധാന്തങ്ങളൊക്കെ മറച്ചു വയ്ക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണമാണ്. മകൾ ആനിയുടെ മരണവും അദ്ദേഹത്തെ തികച്ചും ഒരു നിരീശ്വരവാദിയും ആക്കി തീർത്തിരുന്നു.